ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉഗ്രൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പാലപ്പം എല്ലാവർക്കും ഇഷ്ടമാണോ? എങ്കിൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ അപ്പം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇത് ഫ്ലോപ്പായി പോകുന്ന പേടിയേ വേണ്ട കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി വെച്ച് നിങ്ങൾ അപ്പം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം തയ്യാറാക്കുന്നതിനായി 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പച്ചരി 4 മണിക്കൂർ ഞാൻ കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുന്നുണ്ട്. പച്ചരി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. 4 മണിക്കൂറിന് ശേഷം പച്ചരി എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ പച്ചരിയിലേക്ക് 1/4 ഗ്ലാസ് നാളികേരം ചിരണ്ടിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് എടുക്കുന്നത്. 1/2 ഗ്ലാസ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കുക. ഈ അപ്പം തയ്യാറാക്കുന്നതിനായി തലേന്ന് രാത്രിയൊന്നും നമുക്ക് അരി അരച്ച് വെക്കണ്ട. പിറ്റേന്ന് രാവിലെ അരി അരച്ചെടുത്താൽ മതി. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ അരി അരച്ച് വെക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയുടെ പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിയുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ഇതേപോലെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള അരി കൂടെ ഞാൻ ഇതേപോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കുക. 1.5 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ്. ഇത് 1.5 മണിക്കൂറിന് ശേഷം എനിക്കിത് മാവെല്ലാം നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ചെറുതായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കയ്യിൽ മാവാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ചുറ്റിച്ചെടുത്ത് ഞാൻ അപ്പം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നല്ല ഉഗ്രൻ പാലപ്പാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റ് ആണേ. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയൂടെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.